Hi, Namaste. Welcome back, viewers. Welcome back to my channel, Vintada. ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും സെൻസെക്സിൻ്റെ ആണെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ ആണെങ്കിലും നാച്ചുറൽ ഗ്യാസിൻ്റെ ഏത് മാർക്കറ്റാണ് നല്ല റിട്ടേൺസ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് മാർക്കറ്റ് ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിനാണ് മാർക്കറ്റ് അടിച്ചു കയറുകയാണ്. അതേപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആണ് നല്ലൊരു ഡൗൺ സൈഡായിരുന്നു. ഫുള്ള് മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് മോർണിംഗ് തൊട്ട് ക്ലോസിംഗ് ലെവൽ വരെ നല്ലൊരു ഡൗണിൻ്റെ ഇൻഡിക്കേഷൻ ആയിരുന്നു. ഇന്ന് ട്രേഡ് എടുത്തവർക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പം സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് സെഷനിലൂടെ എളുപ്പമാണ്. അതേപോലെ ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻറ്റും ക്രൂഡ് ഓയിൽ സ്കാൽപ്പിങ്ങിൽ എടുത്ത ട്രേഡും അതിൻ്റെ 7800 സിയിൽ നമ്മൾ സോഫ്റ്റ് കൊടുത്ത ട്രേഡ് അതിൽ നിന്ന് കിട്ടിയ റിട്ടേൺസ് ഇപ്പം എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റി, എവിടുന്ന് അടുത്ത ട്രേഡ് എടുത്തു, അപ്പം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ട്രേഡ് നമുക്ക് എത്രത്തോളം ഫേക്കുകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിയാം, ആക്യുറേറ്റ് ട്രേഡ് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇന്നത്തെ ക്രൂഡ് ഓയിലൂടെ തന്നെ കാണിച്ചു തരാം. ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ ഇപ്പോഴത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 2 സ്റ്റിക്കിലാണ് കിട്ടിയത്. മാർക്കറ്റ് ഇന്നലെയൊക്കെ നല്ലൊരു ഡൗൺ ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 11th മാർച്ചിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ നമുക്ക് മാർക്കറ്റ് ഒരു ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആയതാണ്. അടിച്ച് കയറിയതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 10:14 ആയപ്പോഴത്തേക്കും നമുക്ക് 7,637 മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. അവിടുന്ന് ബ്രേക്ക് ചെയ്ത് കയറിയതാണ്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറി ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിയിട്ടാണ് തിരിച്ച് പിന്നെ കയറിയിരിക്കുന്നത്. അവിടുന്ന് പിന്നെ ഒരു അപ് ട്രെൻഡ് നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. ഇപ്പം കറൻ്റ്ലി നടക്കുന്നത് നമുക്ക് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആണ്. 3:45 വന്ന സെല്ലാണ്. എൻട്രി പോയിന്റ് 7,978 പറഞ്ഞിട്ടുണ്ട്. ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കൺഫേംഡ് അല്ല. കറൻ്റ്ലി ട്രേഡ് വെച്ച് നോക്കുമ്പോൾ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിലും താഴത്തെ ബാറ് കൺഫേം ആകാത്തതുകൊണ്ട് ബൈ എക്സിറ്റ് ചെയ്യാൻ അവിടെ പറ്റും, പക്ഷെ സെല്ല് എടുക്കാൻ പറ്റില്ല. സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ അവിടെ ഇല്ല. മാർക്കറ്റ് ഒരു ട്രേസ്മെൻ്റ് ആണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുമ്പും ഇവിടെ ബൈ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു അപ് ട്രെൻഡ് പോയതല്ലാണ്ട് താഴെ മാറിയില്ല. തിരിച്ച് മാർക്കറ്റ് പിന്നെയും ഇറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് രണ്ടാമതൊരു ഡൗണിലേക്ക് എൻട്രി എടുക്കാം. ഇപ്പോൾ കറൻ്റ്ലി ബൈ എടുത്തിരിക്കുന്നത് ഇവിടെ എക്സിറ്റ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സെല്ല് എടുക്കേണ്ട, ഇവിടെ റിസ്കി ആണെന്ന് ട്രേഡ് അവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ട്രേഡ് നമുക്ക് റിവേഴ്സ് മൂവ് സമയത്ത് നമുക്ക് ഈ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ട്രെൻഡ് മാറുന്നതായിട്ട് കാണാം. അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് ഇത്രയും ഇറങ്ങുന്നവരെ നമുക്ക് പ്രോഫിറ്റ് ഇതിനെ കുറയത്തില്ല. അതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ നമുക്ക് സോഫ്റ്റ് അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് ആ സമയത്ത് കാണിച്ചു തരും. ഓക്കെ, പക്ഷേ ഇവിടെ സെല്ല് എടുക്കാറായിട്ടില്ല, സെല്ലിൻ്റെ കൺഫർമേഷൻ ആയിട്ടില്ല. സെല്ല് താഴെയും മേളിലും ഒന്നിച്ച് വന്നാൽ മാത്രമേ സെല്ല് എടുക്കണ്ടൂ. സെയിം നാച്ചുറൽ ഗ്യാസിൽ ഇതേപോലെ തന്നെ കറൻ്റ്ലി ഒരു ഡൗൺ ഉണ്ടെങ്കിലും നമുക്ക് ട്രേഡ് താഴെ മാറാത്തത് കൊണ്ട് തിരിച്ചു കയറും. നമ്മുടെ ഇൻഫർമേഷൻ ഉണ്ട്, അതുകൊണ്ട് ട്രേഡ് എടുക്കേണ്ട. കറൻ്റ്ലി ബൈ എക്സിറ്റ് ചെയ്യുക. ഇന്ന് രാവിലെ മോർണിംഗ് തൊട്ടിപ്പോൾ നല്ലൊരു ആപ് ട്രെൻഡ് ഇൻഡിക്കേഷൻ 280 മാർക്കറ്റ് കയറിയതാണ്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 87 പോയിന്റ്സോളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചൊന്ന് ഡൗണിലേക്ക് ഇറങ്ങി തിരിച്ച് മാർക്കറ്റ് കയറാൻ നമുക്ക് സാധ്യതയുണ്ടെന്നുള്ളത് നമുക്കവിടെ സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തരുന്നുണ്ട്. താഴെ ഗ്രീൻ ആയതുകൊണ്ട് ഇത് റിട്രേസ്മെൻറ്റ്. അപ്പോൾ തിരിച്ചൊരു അപ് ട്രെൻഡിലേക്ക് ഇനി ഇറക്കത്തിൽ നിന്ന് കയറുവാണെങ്കിൽ അവിടെ അപ് ട്രെൻഡിൻ്റെ ഇൻഡിക്കേഷൻ, അതായത് ബൈസിക്കിൾ തരുമ്പോൾ നമുക്ക് അവിടെ ട്രേഡ് എടുത്താൽ മതി. അപ്പോൾ ക്രൂഡ് ഓയിലിൽ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മോർണിംഗിൽ ബ്രേക്ക് ഔട്ട് പോയതും കൺഫേം ആയതും ലെവൽ വെച്ച് നോക്കുമ്പോൾ 7,637 ഇത് നമ്മൾ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഞാൻ 7,800 ഞാനിവിടെ സി എടുത്ത് വെച്ചിട്ടുണ്ട് കോള്. നമുക്ക് ഫസ്റ്റ് ബ്രേക്കിൽ നമുക്ക് ആദ്യത്തെ, അതായത് മാർക്കറ്റ് ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് പിന്നെ ഒരു ബ്രേക്ക് ചെയ്ത് 595 അവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോയതാണ്. അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് 680 വരെ പോയിട്ട് തിരിച്ച് റിട്രേസ്മെൻറ്റിൽ നിന്ന് അടുത്ത ബ്രേക്ക് കയറിയത് 635. അവിടുന്ന് പിന്നെ മാർക്കറ്റ് ഒറ്റ അപ് ട്രെൻഡ് ആയിരുന്നു. 948 വരെ എൻട്രി പോയിട്ടുണ്ട്. ഇപ്പോൾ റിട്രേസ്മെൻറ്റ്, ഇപ്പം മാർക്കറ്റ് തിരിച്ചൊന്നിറങ്ങി. പക്ഷേ അവിടെ സെല്ലായിട്ടില്ല. ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ അവിടെ സെല്ല് കൺഫേംഡ് അല്ല. കാരണം ക്രൂഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്രൂഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ സിഗ്നൽ കൺഫേം, സെല്ലുണ്ടെങ്കിൽ അത് കൺഫേംഡ് അല്ല. ഓക്കെ, അതേപോലെ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഡൗൺ സൈഡാണ്. സിഗ്നൽ വന്ന് കൺഫേം സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ അവിടെ തന്നെ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് വൺ സൈഡ് ആയിരുന്നു. സെയിം സെൻസെക്സ് വൺ സൈഡ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി വൺ സൈഡ്. ബാങ്ക് നിഫ്റ്റിയിൽ തലേദിവസം സിഗ്നലിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് പോയത്. അതിൻ്റെ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് മോർണിംഗ് കട്ട് ചെയ്ത് 2-3 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് ഇറങ്ങി ഹോൾഡ് ചെയ്ത് ചേർക്കും. നല്ല റിട്ടേൺസ്. സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ സെല്ല് തന്നെ ഹോൾഡ് ചെയ്യാമെന്നുള്ള ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും എക്സാമ്പിളായിട്ട്
ആയിട്ടൊരു ഉദാഹരണമാണ്. ഇന്നലത്തെയും ഇന്നത്തെ സിഗ്നലിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 5 മിനിറ്റ്സിൽ ഇന്നലത്തെ സിഗ്നൽ നോക്കുകയാണെങ്കിൽ സെല്ല് നമുക്ക് ഇന്നത്തെ ബ്രേക്കിൽ താഴെ മേളിൽ ഒന്നിച്ച് കൺഫേമായി സപ്പോർട്ട് കിട്ടി. ഇന്നലെ അവിടെ ഒരു ലൈൻ മാത്രമായിട്ട് റെഡ് ആയതിൽ ക്യാൻഡിൽ കളർ വ്യത്യസ്തമായിട്ടും താഴെ മാറാതെയും തന്ന സ്ഥിതിക്ക് നമുക്കവിടെ വ്യക്തമായിട്ട് അവിടെ സോഫ്റ്റ്വെയർ പറഞ്ഞിട്ടുണ്ട് അവിടെ സ്ട്രോങ് ബ്രേക്കാണ്. ഇന്നലെ ഫേക്ക് ആയിരുന്നു, ഇന്ന് കൺഫേംഡ് ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഫേക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അപ്പം തന്നെ സോഫ്റ്റ്വെയറിൻ്റെ ആക്യുറസി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.